ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഭാഗ്യവചനധാര ശ്രോതാക്കൾക്ക് വന്ദനം. ഏറ്റവും വാത്സല്യമുള്ള സഹോദരങ്ങളെ, വീണ്ടും ഒരിക്കൽ കൂടി ദൈവത്തിന്റെ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനുള്ള അനുഗ്രഹം തന്ന അത്യുന്നതനായ ദൈവത്തെ നന്ദിയോടെ ഞാൻ സ്തുതിക്കുന്നു. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തന്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനം? വിശുദ്ധ ലൂക്കാ സുവിശേഷം 9:23 യേശു പറയുന്നു, ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് അനുദിനം തന്റെ കുരിശുമെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. സ്വന്തം ജീവൻ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും. യേശുവിനെ പ്രതി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അതിനെ രക്ഷിക്കും. യേശു ചോദിക്കുന്നു, ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തന്നെ നഷ്ടപ്പെടുത്തുകയോ നശിപ്പിക്കുകയോ ചെയ്താൽ അവന് എന്ത് പ്രയോജനം? ഒരുവൻ യേശുവിനെ കുറിച്ചോ അവിടുത്തെ വചനങ്ങളെ കുറിച്ചോ ലജ്ജിച്ചാൽ അവനെ കുറിച്ച് മനുഷ്യപുത്രനും തന്റെയും പിതാവിന്റെയും വിശുദ്ധ ദൂതന്മാരുടെയും മഹത്വത്തിൽ വരുമ്പോൾ ലജ്ജിക്കുമെന്നാണ് പറയുന്നത്. ഒരാൾ വന്ന് യേശുവിനോട് പിതൃസ്വത്ത് പങ്കുവയ്ക്കുവാൻ സഹോദരനോട് കൽപ്പിക്കണമെന്ന് പറയുമ്പോൾ യേശു പറയുന്നു, ജാഗരൂകരായിരിക്കുവിൻ, എല്ലാ അത്യാഗ്രഹങ്ങളിൽ നിന്നും അകന്നിരിക്കുകയും ചെയ്യുവിൻ. മനുഷ്യജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത് എന്നാണ് യേശു അയാളോട് പറയുന്നത്. വീണ്ടും ഒരു ഭോഷനായ ധനികന്റെ കാര്യം യേശു പറയുന്നത് ഇപ്രകാരമാണ്. ധനികന്റെ കൃഷിസ്ഥലം സമൃദ്ധമായ വിളവ് നൽകി. അവൻ ഇങ്ങനെ ചിന്തിക്കുന്നു, ഞാൻ എന്ത് ചെയ്യും? ഈ ധാന്യം മുഴുവൻ സൂക്ഷിക്കാൻ എനിക്ക് സ്ഥലമില്ലല്ലോ. അവൻ പറയുന്നു, ഞാൻ ഇങ്ങനെ ചെയ്യും. എന്റെ അറപ്പുരകൾ പൊളിച്ച് കൂടുതൽ വലിയവ പണിയും. അതിലെന്റെ ധാന്യവും വിഭവങ്ങളും സംഭരിക്കും. അനന്തരം ഞാൻ എന്റെ ആത്മാവിനോട് പറയും, ആത്മാവേ, അനേക വർഷത്തേക്ക് വേണ്ട വിഭവങ്ങൾ നിനക്കായി സംഭരിക്കപ്പെട്ടിരിക്കുന്നു. വിശ്രമിക്കുക, തിന്ന് കുടിച്ച് ആനന്ദിക്കുക. എന്നാൽ ദൈവം അവനോട് പറയുന്നു, ഭോഷ, ഈ രാത്രി നിന്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് ആവശ്യപ്പെടും. അപ്പോൾ നീ ഒരുക്കി വെച്ചിരിക്കുന്നവ ആരുടേതാകും? പ്രിയ സഹോദരങ്ങളെ, ഇതുപോലെയാണ് ദൈവസന്നിധിയിൽ സമ്പന്നനാകാതെ തനിക്ക് വേണ്ടി സമ്പത്ത് ശേഖരിച്ചു വെക്കുന്നവരും. ഇന്നുള്ളതും നാളെ തീയിൽ എറിയപ്പെടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇത്രമാത്രം അണിയിക്കുന്നെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം അണിയിക്കുകയില്ല എന്ന് യേശുതമ്പുരാൻ ചോദിക്കുന്നു. എന്ത് തിന്നുമെന്നോ എന്ത് കുടിക്കുമെന്നോ അന്വേഷിക്കേണ്ട, ആകുലചിത്തരാകുകയും വേണ്ട. നിങ്ങൾക്കിതെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ പിതാവിന് അറിയാം. നിങ്ങൾ അവിടുത്തെ രാജ്യം അന്വേഷിക്കുവിൻ, ഇവയെല്ലാം അതോടൊപ്പം നിങ്ങൾക്ക് ലഭിക്കും. എന്ന് വെച്ചാൽ ദൈവികമായ കാര്യങ്ങളിൽ വ്യാപൃതരാകുന്നവർക്ക് എല്ലാ വിധത്തിലുള്ള നന്മകളും അനുഗ്രഹങ്ങളും അതോടൊപ്പം തന്നെയാണ് ലഭിക്കുന്നത്. അതിന് അല്പം പോലും താമസമുണ്ടാവുന്നില്ല. വീണ്ടും യേശു പറയുന്നു, മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവരെ ദൈവത്തിന്റെ ദൂതന്മാരുടെ മുമ്പിൽ മനുഷ്യപുത്രനും ഏറ്റുപറയും. മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവൻ ദൈവത്തിന്റെ ദൂതന്മാരുടെ മുമ്പിലും തള്ളിപ്പറയപ്പെടും. പ്രിയ സഹോദരങ്ങളെ, എവിടെയും ആരുടെയും മുമ്പിൽ നമ്മുടെ ദൈവത്തെ ഏറ്റുപറയുവാൻ നമുക്ക് സാധിക്കണം. ലോകം മുഴുവൻ നേടി ആത്മാവ് നഷ്ടപ്പെട്ടു പോകാതെ ദൈവസന്നിധിയിൽ സമ്പന്നരായി ജീവിക്കുവാനുള്ള അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി.